സെക്യൂർ പാർലാണേ ക്രിയ എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങി നിങ്ങൾക്ക് ഓർമ്മല്ലേ? കുട്ടികൾക്ക് IAS പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ MLA നജീബ് കാന്തപുരം വളരെ കുട്ടി വഹിച്ചുകൊണ്ട് നടത്തിയില്ലേ? എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ അതിൽ നടന്ന തട്ടിപ്പ് അതാണ് അറിയേണ്ടത്. പാതിവീര തട്ടിപ്പ് വീരൻ്റെ വേറൊരു തട്ടിപ്പാണത്. വേറുള്ളവരുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കുക, എന്നിട്ട് അത് സ്വന്തം പേരിലാക്കുക. അതിന് നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ പേരിട്ടിട്ട് തട്ടിപ്പിൻ്റെ ഒരു ഘോഷയാത്രയാണ് നടത്തിയിരുന്നത്. ഷെറിൻ ഷാന എന്ന് പറഞ്ഞ കൽപ്പറ്റക്കാരിയായിരുന്ന ഒരു കുട്ടിയുടെ ഒരു ഇത് കുട്ടി ഗോസ്റ്റ് പറഞ്ഞില്ല, IAS വേണ്ടിയിട്ട് പഠിക്കാനുള്ളത് സൗകര്യവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നിങ്ങൾ ഓരോ ആളുകളും അറിയണം. ഇതൊരു നാൾ നുണ പറയും, വേറൊരു നാൾ അത് പുറത്തറിയപ്പെടുന്നുള്ളത് പറയണ വെറുത്തൊന്നുമല്ല. നജീബ് കാന്തപുരം ജനങ്ങളെ ഇടയിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ ഒരു നേതാവ് വളർന്നു വരേണ്ടത്? ആളുകളുടെ ഇടയിൽ നല്ല ജനങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്താ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യണ ഒരു നേതാവ് എന്താണ് ഇപ്പം അന്ന്? ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ യുവാക്കൾക്ക് നല്ല ഹരമായിട്ട് വരും. കാരണം നമ്മുടെ MLA നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത്. ആ ഒരു ഷെറിഷാനെ എന്താണ് പഠിപ്പിച്ച് കൊണ്ടുവന്ന വർഷങ്ങളോളം നിന്ന് പഠിച്ച അക്കാദമിയിലെ ആളുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആളുകൾ പറയണത് വ്യക്തമായിട്ട് കേട്ടു. നിജസ്ഥിതി മറ്റുള്ളവരുടെ ഗർഭം ഏറ്റെടുക്കുന്ന പരിപാടിയാണ് നജീബ് കാന്തപുരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ക്രിയയുടെ ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവരുടെ ഇങ്ങനെയാണോ ഒരു MLA നടത്തേണ്ടത്? ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്നുള്ളത് അതാണ് ചെയ്യേണ്ടത്. എന്താ ചെയ്യുക? ഈ വീഡിയോ ഒന്നും കണ്ടോക്കാണി. ജോബിനസ് കൊട്ടാരം അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ ഡയറക്ടറാണ്. അപ്പോൾ ഈ ചിത്രശലഭം പ്രൊജക്ടിൻ്റെ ചീഫ് മെൻറ്ററും കൂടിയാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി തുടങ്ങിയത്. അതിൽ സൗജന്യമായിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവരുടെ സിവിൽ സർവീസ് കോച്ചിങ്ങിൻ്റെ ചെലവുകൾ മുഴുവൻ അക്കാഡമി ഏറ്റെടുത്തുകൊണ്ട് 25 പേരെ വെച്ച് തുടങ്ങിയ പദ്ധതിയാണ്. ഇപ്പോൾ 100ഓളം കുട്ടികൾ ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് സെൻറ്ററുകളിലും അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ചിലെ 25 പേരിൽ ഒരാളാണ് ഷെറിൻ. 2 വർഷം മുമ്പാണ് ഷെറിൻ ഇവിടെ പരിശീലനം ആരംഭിക്കുന്നത്. ഷെറിന് അബ്സല്യൂട്ട് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. അപ്പോൾ അബ്സല്യൂട്ട് മാത്രം പഠിച്ച ഒരു വിദ്യാർത്ഥി വേറെ ഒരു അക്കാഡമി പോയിട്ടില്ല. അങ്ങനെയുള്ള ഒരാളുടെ റിസൾട്ട് എങ്ങനെയാണ് ശ്രീ നജീബ് കാന്തപുരത്തിനും അദ്ദേഹം റീസെന്റ് തുടങ്ങിയ അക്കാഡമിക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കുക? സിവിൽ സർവീസിന്റെ ഡ്യൂറേഷൻ, എക്സാമിന്റെ ഡ്യൂറേഷൻ തന്നെ 1.5 വർഷത്തോളം വരും. കാരണം നോട്ടിഫിക്കേഷൻ ഒരു ഡിസംബറിലോ ജനുവരിയിലോ വന്നാൽ ജൂണിലോ മെയ്യിലോ ആണ് പരീക്ഷ നടക്കുന്നത്. പ്രിലിമിനറി മെയിൻ നടക്കുന്നത് ഒക്ടോബറിലോ നവംബറിലോ ആണ്. അതിനുശേഷം ഇന്റർവ്യൂ ഒരു ജാനുവരി മുതൽ മാർച്ച് ഏപ്രിൽ വരെയൊക്കെ നടക്കും. ഒരു മെയ് മാസം ആകുമ്പോൾ റിസൾട്ട് വരും. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 1.5 വർഷമുണ്ട്. അപ്പോൾ ഈ 1.5 വർഷം വരുന്ന പ്രോസസ്സിലുള്ള ഒരു കോഴ്സിൽ 5-8 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനകത്ത് തുടങ്ങിയ ഒരു അക്കാഡമിക്ക് എങ്ങനെയാണ് റിസൾട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുക? 2 ഈ കുട്ടിയായിട്ട് ഒരു ബന്ധവും ഇല്ല. ഒരു ദിവസത്തെ പരിചയവും ഒരു മോക്ക് ഇന്റർവ്യൂ സെഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു, ഓൺലൈനായിട്ട് എന്തോ മോക്ക് ഇന്റർവ്യൂവോ മറ്റോ കൊടുത്തു. ഈ ഒരു ബന്ധം മാത്രം. അത് ഒരു പരിചയക്കാരൻ വിളിച്ചപ്പോൾ അങ്ങ് പോയി എന്നല്ലാതെ ഒരു ബന്ധവും ഇല്ല. അപ്പോൾ ഒരു ബന്ധവും ഇല്ലാത്തൊരു സ്ഥാപനത്തിൽ നമ്മൾ 2 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്ത ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പ്രൊജക്ട് ചിത്രശലഭം കൊണ്ടുവന്ന ഒരു സോഷ്യൽ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ്. ഒരു ടീച്ചറുടെ സോഷ്യൽ എക്സ്പെരിമെന്റ്. സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കും. ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്. ഇപ്പം എൻ്റെ ഈ അനുഭവങ്ങൾ വെച്ച് പുസ്തകം എഴുതുന്നു. ഇങ്ങനെയൊക്കെ വലിയ വിഷനോടുകൂടി അവർ മുഖ്യധാരയിലേക്ക് വരണം എന്ന് പറഞ്ഞത് ഒരു ദിവസം കൊണ്ട്, അതും ഇതിലേറ്റവും ഇതൊരു ഹീനമായ പ്രവൃത്തിയായിട്ട് മാറുന്ന അദ്ദേഹം ഒരു MLA ആണ് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധിക്ക് ഇത്രയും തരം താഴാൻ സാധിക്കുന്നു? എങ്ങനെയാണ് മറ്റൊരാളുടെ, ഇത് എന്റെ ക്രെഡിറ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല, എന്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. ശ്രീ മുരളി തുമ്മാരക്കുടിയുണ്ട്. ഷെറിൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന കാലഘട്ടത്തിൽ ഷെറിന്റെ ഫ്ലാറ്റിന്റെ റെന്റ് അടക്കം ഒക്കെ സ്പോൺസർ ചെയ്ത് ഒരു മനുഷ്യനോട് പോലും പറഞ്ഞില്ല. അദ്ദേഹത്തിന് വേണേൽ ഫേസ്ബുക്ക് ഇടാമായിരുന്നു, ഞാൻ സ്പോൺസർ ചെയ്താണ്, ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് കുട്ടിയാണ്, ഞാൻ മെന്റർ ചെയ്താണ്. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പ്രശാന്ത് നായർ അദ്ദേഹം മോക്ക് ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. DGP ഋഷിരാജ് സിംഗ് സാർ അദ്ദേഹം നമ്മുടെ മോക്ക് ഇന്റർവ്യൂവിന് വന്ന് ഷെറിന് ആത്മവിശ്വാസം പകർന്നു കൊടുത്തു. അതുപോലെ UPSCയുടെ ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാനായിരുന്ന K. റോയ് പോൾ IAS, ബാബുപോൾ സാറിന്റെയൊക്കെ ബ്രദറാണ്. അദ്ദേഹം നമ്മുടെ മോക്ക് ഇന്റർവ്യൂവിലുണ്ടായിരുന്നു. ദിലീപ് കുമാർ സാർ, MC ദിലീപ് കുമാർ സാർ, ഇങ്ങനെ എത്രയോ പേര് സപ്പോർട്ട് ചെയ്തു. അതുപോലെ IPS ഓഫീസറായിരുന്ന റോഷ്നി മാഡം പലപ്പോഴും മാഡം ഷെറിന്റെ വീട്ടിൽ വരികയും ഷെറിനെ ആശ്വസിപ്പിക്കുകയും ഷെറിന് വേണ്ടി പ്രാർത്ഥനകൾ വരെ നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത്.
അങ്ങനെ എത്രയോ ആൾക്കാരുടെ ഒരു പ്രശാന്ത് ബ്രോ ഇതിനെക്കുറിച്ചൊരു ഒരു കമന്റ് ഇട്ടത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് പ്രൊജക്ട് ഷെറിനാണ്, അല്ലാതെ ഒരാളുടെ ക്രെഡിറ്റ് ഇല്ല. പക്ഷെ ഇന്നലെ മിനിയാന്നും ഒക്കെ മാധ്യമങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ശ്രീ നജീബ് കാന്തപുരം അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത വിജയമാണെന്ന്. നജീബ് കാന്തപുരത്തിന് എന്താണ് ഇതിൽ കോൺട്രിബ്യൂഷൻ ഉള്ളത്? ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ വിജയത്തിന്റെ, മറ്റുള്ളവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളൊക്കെ നിങ്ങൾ തട്ടിയെടുക്കുന്നത്? നിങ്ങളൊരു ജനപ്രതിനിധിയല്ലേ, നിങ്ങൾക്കിങ്ങനെ പെരുമാറാൻ എന്ത് അവകാശമാണുള്ളത്? ഇത് തീർച്ചയായിട്ടും തെറ്റല്ലേ. ഞാനും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ വന്നിട്ടുള്ള ആളാണ്. ഞാനും കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ തരം താഴുന്നത് ഒരിക്കലും നമുക്ക് അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല ചെയ്ത്. ഇന്നലെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ്. അപ്പൊ ഈ നിറഞ്ഞാടുന്നതിലൊന്നും തെറ്റില്ല. മറ്റുള്ളവന്റെ വിജയം എടുത്തിട്ട് എന്തിനാണ് നിറഞ്ഞാടുന്നത്? എന്നിട്ട് ആളുകൾ ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഫേക്കാണോ? നിങ്ങളുടെ ഇദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ കുട്ടിയാണ്, നിങ്ങൾ ഫേക്കാണോ എന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ മറുപടി പറയാനുള്ളത്? ഞാൻ പല മുഖ്യധാര പത്രങ്ങളുടെ എഡിറ്റേഴ്സിന് ഇത് ഓൺലൈനിൽ വന്നപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ പലരും അത് ശ്രദ്ധിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ് അബ്സല്യൂട്ടിനെ കുറിച്ച് എഴുതി, അതുപോലെ മംഗളം പത്രം എഴുതി, ടൈംസ് ഓഫ് ഇന്ത്യ എഴുതി, അങ്ങനെ കുറച്ച് പത്രങ്ങൾ, ദേശാഭിമാനി, കുറച്ച് പത്രങ്ങളൊക്കെ അബ്സല്യൂട്ടിന്റെ കോൺട്രിബ്യൂഷൻ വന്നു. ചില പത്രങ്ങളിൽ ഞങ്ങളുടെ പേരുണ്ട്, ഇപ്പം ഇവരുടെ പേര് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു അക്കാഡമിയിലും വേറൊരു അക്കാഡമിയിലും പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയുടെ ക്ലെയിം എടുക്കുന്നത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കത്തില്ല. ഇത് നമ്മൾ ഒരു സ്വപ്നം കണ്ട് കഠിനാധ്വാനം ചെയ്ത് നേടിയ വിജയമാണ്. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഒരു എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് തട്ടിയെടുക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അതിനെ എതിർക്കും. ഇത് റെക്കോർഡിക്കലാവും. എന്റെ പുസ്തകം വരികയാണ്, എന്റെ പുസ്തകം പ്രൊജക്ട് ചിത്രശലഭം എന്ന് പറഞ്ഞ് ഞാൻ പുസ്തകം എഴുതുകയാണ്. ആ പുസ്തകത്തിൽ കേരളത്തിലെ വരാൻ പോകുന്ന തലമുറകൾ അറിയും ഈ ചതിയുടെ കഥ. ഒരു വ്യക്തിയെ ചതിച്ച് ക്രെഡിറ്റ് ഉണ്ടാക്കുന്നതിന്റെ കഥ കേരളത്തിലെ വരാൻ പോകുന്ന തലമുറകൾ അറിയും. 46 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്റെ പുസ്തകങ്ങളിലൂടെ തന്നെ ആളുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള അതും എനിക്ക് ഏറ്റവും വിഷമമുള്ളത്, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു മഹാനായ വ്യക്തിയുടെ പേരിലാണ് ഇദ്ദേഹം ഈ അക്കാദമി തുടങ്ങിയിരിക്കുന്നതെന്നാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതിന് മാറ്റം ഉണ്ടാവണം. കേരളീയ സമൂഹം സത്യം അറിയണം.